എല്ലാത്തിന്റെ പിന്നിലും നമ്മുടെ ശ്രീകാന്ത് ഏട്ടനാ മോളെ. നിനക്ക് വിശ്വാസം വന്നിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു കേട്ട് നോക്ക്. വിക്രമിനെ കൊടുക്കാൻ വേണ്ടി ശ്രീകാന്ത് ഏട്ടനാണ് വരുണിനെ കൊല്ലാൻ ആളെ ഏർപ്പാടാക്കിയത്. അതിനെപ്പറ്റി ഏട്ടൻ ഫോണിലൂടെ ഏട്ടന്റെ ആൾക്കാരോട് സംസാരിക്കുന്നതാ ഈ വീഡിയോ. ഞാൻ ഏട്ടൻ കാണാതെ ദൂരെ നിന്നും എടുത്തു വെച്ചതാ എന്ന് പറഞ്ഞ വേദ അത് ദീപ്തിയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ്. എടാ, വരുണും ദീപ്തിയും ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല. എന്റെ പെങ്ങള് കരഞ്ഞാലും കുഴപ്പമില്ല. എന്റെ ആഗ്രഹം സാധിക്കണം. വിക്രം അകത്തായിരിക്കണം. അതിനുവേണ്ടി നീ ആ വരുണിനെ ഒറ്റവെട്ടിനങ്ങ് തീർത്തേക്ക്. എന്നിട്ട് കുറ്റം മൊത്തം ആ വിക്രത്തിന്റെ പേരിൽ ചാർത്തി കൊടുത്തേക്കാം. നമ്മള് പിന്നെ സേഫ്. പാവം ദീപ്തി വരുണിനെ ഓർത്ത് കരയാനാണല്ലോ എന്റെ പെങ്ങടെ വിധി എന്ന് ഫോണിലൂടെ പറഞ്ഞ് ശ്രീകാന്ത് പൊട്ടിച്ചിരിക്കുവാണ്. ആ വീഡിയോ കണ്ട് സത്യം മനസ്സിലായ ദീപ്തി പൊട്ടിത്തെറിച്ചുകൊണ്ട് ശ്രീകാന്തിന്റെ മുറിയിലേക്ക് ഓടിപ്പോവാണ്. എന്നാ വേദ വന്ന് അവളെ തടയുന്നുണ്ട്. എന്നെ വിട് ചേച്ചി. എന്റെ വരുണിനെ കൊന്ന ആ ശ്രീകാന്ത് ഏട്ടനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. പാവം വിക്രമേട്ടൻ. സത്യം അറിയാതെ ഞാൻ അദ്ദേഹത്തെ എന്തൊക്കെ പറഞ്ഞു. ശ്രീകാന്ത് ഏട്ടനെ കൊന്നിട്ട് ഞാനും മരിക്കാൻ പോവാം. ഇങ്ങനൊരു ഏട്ടൻ നമുക്കിനി വേണ്ട ചേച്ചി എന്ന് പറഞ്ഞ ദീപ്തി ഓടുമ്പോ വേദ അവളെ അവിടെ പിടിച്ചു നിർത്തുവാണ്. ആവശ്യമില്ലാത്ത പണിയൊന്നും കാണിക്കരുത് മോളെ. ഇപ്പൊ നീ സത്യങ്ങൾ മനസ്സിലാക്കിയില്ലേ? ശ്രീകാന്തേട്ടൻ പോലും അതിപ്പോ അറിയാൻ പാടില്ല. അത് അപകടമാണ്. വരുണിന് നമുക്ക് നീതി വാങ്ങിക്കൊടുക്കണ്ടേ? അതുകൊണ്ട് ചേച്ചി ആ കാര്യങ്ങളൊക്കെ ഏറ്റു. മോളിപ്പോ ശ്രീകാന്തിന്റെ മുന്നില് സ്നേഹ അഭിനയിച്ചു നിന്നാ മതി. മോളെ ചതിച്ച അയാളെ നമുക്കൊന്ന് ചതിക്കണ്ടേ എന്ന് വേദ പറയുവാണ്. ചേച്ചി പറഞ്ഞത് അനുസരിക്കാൻ തന്നെ തീരുമാനിക്കുവാണ് ദീപ്തി. ശരി ചേച്ചി, പക്ഷെ എനിക്ക് വിക്രമേട്ടനോട് കരഞ്ഞു മാപ്പ് ചോദിക്കണം എന്നവള് പറയുമ്പോ അതിനെന്താ, ഞാൻ കൊണ്ടുവരാം വിക്രമിനെ എന്ന് പറയുവാണ് വേദ. ഉടനെ വിക്രമിനെ വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നോട് ക്ഷമിക്കേട്ടാ, എന്റെ വരുണിനെ കൊന്നത് വിക്രമേട്ടനാണെന്ന് തെറ്റിദ്ധരിച്ച് ഇന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. എല്ലാം ചെയ്തത് എന്റെ തെറ്റാണ്. ഏട്ടൻ എന്നോട് പൊറുക്ക്. എല്ലാം അറിയാൻ ഞാൻ ഏറെ വൈകിപ്പോയി എന്ന് പറഞ്ഞ് ദീപ്തി വിക്രമിനോട് മാപ്പ് ചോദിക്കുവാണ്. നിന്റെ സ്ഥാനത്ത് ആരായാലും ഇങ്ങനെ തെറ്റിദ്ധരിച്ചു പോവും മോളെ. വൈകിയാണെങ്കിലും മോള് സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞല്ലോ. എനിക്കത് മാത്രം മതി. ഇനി എന്നെ ജയിലിട്ടാലും പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് ദീപ്തി ആശ്വസിപ്പിക്കുവാണ് വിക്രം. ഇനി എനിക്ക് ശ്രീകാന്ത് എന്ന് പറയുന്ന ഏട്ടനില്ല. അയാള് മരിച്ചു കഴിഞ്ഞു. എന്റെ ഏട്ടൻ വിക്രമേട്ടൻ മാത്രമാണ്. ഇനി മുതലേ വിക്രമേട്ടന്റെ അനിയത്തി മാത്രമാണ് ഞാൻ എന്നു പറഞ്ഞ് ദീപ്തി പോവാണ്. അടുത്ത ദിവസം തന്നെ ശ്രീകാന്ത് വളരെ സന്തോഷത്തോടെ ദീപ്തിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. എന്തായി മോളെ, ആ വിക്രമിനെതിരെ എന്തൊക്കെ പറയണമെന്ന് ഞാൻ പഠിപ്പിച്ചു തന്നതൊക്കെ ഓർമ്മയില്ലേ? അവനെ നമുക്ക് ജീവപര്യന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം എന്ന് ശ്രീകാന്ത് പറയുമ്പോ അത് പിന്നെ പറയേണ്ടതുണ്ടോ ഏട്ടാ? കോടതിയുടെ മുന്നിൽ പറയേണ്ടതൊക്കെ ഞാൻ നന്നായി പഠിച്ചു വച്ചിട്ടുണ്ട്. അത് കേട്ട് ശ്രീകാന്ത് ഏട്ടൻ പോലും ഞെട്ടും. അതുകൊണ്ട് നമുക്ക് സമയം കളയാതെ ഇപ്പൊ തന്നെ പോവാം. ഇതുപോലൊരു ഏട്ടനെ കിട്ടിയ ഞാനും വേദശേഷിയും എത്ര ഭാഗ്യവതികളാണ് എന്ന് പറഞ്ഞ് ദീപ്തി കോർട്ടിലേക്ക് പോവാണ്. അത് കേട്ട് ശ്രീകാന്തിന് വളരെ സന്തോഷാവുന്നുണ്ട്. കോടതിയിലെത്തിയപ്പോ മോളെ, നീ ധൈര്യമായിട്ട് പറഞ്ഞോ വിക്രമാണ് ഇതിന് പിന്നിലെന്ന്. അതിനുള്ള തെളിവുകളും കാണിച്ചു കൊടുത്തേക്ക് എന്ന് ദീപ്തിയോട് ശ്രീകാന്ത് പറയുമ്പോ ദീപ്തി വന്ന് ശ്രീകാന്തിന് നേരെ കൈ ചൂണ്ടുവാണ്. ദേ, ആ നിൽക്കുന്ന എന്റെ ഏട്ടൻ എന്ന് പറയുന്ന ദുഷ്ടനാണ് വരുണിനെ കൊലയ്ക്ക് കൊടുത്തത്. ഇയാളെയാണ് എനിക്ക് സംശയം. പലതവണ ഇതിനെപ്പറ്റി ഇയാള് ഫോണിലൂടെ സംസാരിക്കുന്നത് ഞാൻ ചെവി കൊണ്ട് കേട്ടതാ. അങ്ങനെ ദീപ്തി കോടതിക്ക് മുന്നിൽ പറഞ്ഞത് കേട്ട് ശ്രീകാന്ത് ചാടി എഴുന്നേൽക്കുവാണ്. എടി വഞ്ചകി, നീ സ്വന്തം ഏട്ടനെ തന്നെ ചതിച്ചല്ലോ. എന്റെ കഴുത്തിൽ തന്നെ നിനക്ക് കത്തി വെക്കാൻ തോന്നിയല്ലോ. നിനക്കെങ്ങനെ ഇതിന് ധൈര്യം വന്നെടി എന്ന് ചോദിച്ച ശ്രീകാന്ത് ദീപ്തിയെ തല്ലാനായി കൈ ഉയർത്തുവാണ്. എന്നാ അതിനുള്ളിൽ വേദ വന്ന് ശ്രീകാന്തിന്റെ കൈ ബലമായി പിടിച്ചു മാറ്റുന്നുണ്ട്. ഏട്ടന്റെ കോപ്രായങ്ങളൊന്നും ഇനി അവൾക്ക് നേരെ വേണ്ട. ഞാൻ പറഞ്ഞു പഠിപ്പിച്ചതാ അവള് കോടതിയിൽ പറഞ്ഞത്. അവൾക്കും സത്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി. വാദം തുടങ്ങിയിട്ടേയുള്ളൂ. ഇനി തെളിവുകളുമായി ഈ വേദ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ബാധിക്കും. ഇനി നിങ്ങളുടെ കാര്യം എണ്ണപ്പെട്ട് കഴിഞ്ഞു ഏട്ടാ. ഇനി ഇതിന്റെ പേരില് മോളെ ഇയാൾ ഒന്നും ചെയ്യില്ല. മോള് വായെന്ന് പറഞ്ഞ് ദീപ്തിയെയും കൂട്ടി പോവാണ് വേദ. എല്ലാം കണ്ട് ഒന്നും ചെയ്യാനാവാതെ നിൽക്കുവാണ് ശ്രീകാന്ത്. ആ സമയത്ത് വിക്രമിന്റെ കോൾ ശ്രീകാന്തിന് വരുന്നുണ്ട്. നീ എന്താടാ വിചാരിച്ചത്? എന്നെ അത്ര ഈസി ആയിട്ട് അകത്താക്കാമെന്നോ? എന്നാ നിന്നേക്കാൾ കാഞ്ഞ ബുദ്ധിയാണ് നിന്റെ 2 സഹോദരിമാർക്കും കിട്ടിയിരിക്കുന്നെ. നീ എന്നെ കള്ളക്കേസിൽ കുടുക്കിയെങ്കിലേ അതിന് ഊരി തരാനേ നിന്റെ പെങ്ങന്മാര് വിചാരിച്ചാലേ നടക്കൂ. അവരെ കൊണ്ട് തന്നെ ഞാൻ നിരപരാധിയാണെന്ന് തെളിയിപ്പിക്കും എന്ന് വിക്രം പറഞ്ഞത് കേട്ട് ആകെ വല്ലാതായി മിണ്ടാതെ നിൽക്കുവാണ് ശ്രീകാന്ത്.